ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണി. അച്ചമ്മ പറഞ്ഞതനുസരിച്ച് വേദയാണെങ്കിൽ വിക്രത്തിനെ വന്ന് വിളിക്കുകയാണ്. വിക്രം വിക്രം എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ വേദയുടെ വിളി കേട്ടിട്ട് ഒന്നും മിണ്ടാതെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അച്ചമ്മ കേൾക്കുന്നുണ്ടായിരുന്നേ വേദ വിക്രം വിക്രം എന്നിങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അച്ചമ്മ പറയുന്നു, വേദ വിക്രത്തിന് വിക്രം എന്ന് പേരാണോ വിളിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ നിൽക്കട്ടെ, ഞാനിപ്പോൾ വരാമെന്ന് പറയണം. അപ്പോൾ നന്ദിനി കൂടെ വരാൻ നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയാം, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അച്ചമ്മ അങ്ങോട്ട് പോവുകയാണേ. ആശാണെങ്കിൽ കമലയുടെ അടുത്ത് ചോദിക്കുക എന്താ കാര്യമെന്ന്. അപ്പോൾ കമല പറയും അറിയത്തില്ല എന്ന്. അതിന് ശേഷം മുത്തശ്ശിയാണെങ്കിൽ വേദയുടെ അടുത്ത് ചോദിക്കുകയാണ്, മോളെ നീ വിക്രത്തിന് പേരാണോ വിളിക്കുന്നതെന്ന്. അപ്പോൾ അച്ചമ്മ ഞാൻ പേരാ വിളിക്കുന്നതെന്ന് പറയുകയാണേ. അപ്പോൾ മുത്തശ്ശി പറയാണ്, ചേട്ടാന്നൊന്നും വിളിക്കേണ്ട കാര്യമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷേ വിളിക്കുമ്പോൾ ഒരു സുഖം വേണ്ടേ, എന്തെങ്കിലും പറഞ്ഞ് വിളിക്കണ്ടേ. അച്ചമ്മ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ പേര് ഗിരിജ വല്ലഭൻ എന്നാണ്. പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തോട് ഗീന്ന് മാത്രം ചുരുക്കിയാണ് വിളിച്ചുകൊണ്ടിരുന്നതെന്ന്. ആ സ്നേഹത്തോടെ അങ്ങ് നീട്ടി വിളിക്കുക. അപ്പോൾ അതങ്ങനെ വിളിക്കുന്ന അത് എല്ലാവർക്കും ഒരു സുഖമായി തോന്നി. അതിനുശേഷം എൻ്റെ നാട്ടിലെ എല്ലാവരും അങ്ങനെയാണ് ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ടിരുന്നത്. പീതാംബരൻ്റെ വി എന്നും ശശീന്ദ്രൻ്റെ ഷായി അങ്ങനെ ചേർത്തൊക്കെയാണ് എൻ്റെ നാട്ടിൽ ഓരോ പെണ്ണുങ്ങളും ഭർത്താക്കന്മാരെ വിളിച്ചിരുന്നത്. അതിൽ മോളൊരു വിളിക്കുക ഗീന്ന്. അപ്പം വേദ പറയാണ്, ഗീന്ന് വിളിക്കുന്നതിനൊരു സുഖമല്ലല്ലോ അച്ചമ്മേ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, വിക്കൂ എന്ന് വിളിക്കുക. അപ്പോൾ വിക്കൂ എന്ന് വിളിക്കേ. അപ്പോൾ വേദ വിക്രു എന്ന് വിളിക്കുന്ന കേട്ട് വിക്രമാണെങ്കിൽ എന്താടിയെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വെളിയിൽ വരികയാണ്. അപ്പോൾ അച്ചമ്മയാണോ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ചമ്മ പറയാണ്, ഞാനാ മോനെ വിളിച്ചത്. വേദയാണെങ്കിൽ കളിയാക്കിക്കൊണ്ട് വിക്രത്തെ വാ വിക്രു അകത്തേക്ക് കയറുക എന്നിങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് അച്ചമ്മ എല്ലാവരുടെ കൂടി ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല അച്ചമ്മ എന്താ പറയുന്നതെന്ന്. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ടായിരുന്നു, 2 ദിവസത്തേക്ക് എല്ലാവരുടെയും ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെക്കുമെന്ന്. 2 ദിവസത്തേക്ക് നമ്മളെല്ലാവരും തറവാട്ടിലേക്ക് പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിലൊരു കല്യാണം നടന്നിട്ട് നമ്മൾ അതിൻ്റെ തറവാട്ടിൽ വെച്ചൊരു ചടങ്ങൊന്നും നടത്തിയിട്ടില്ലല്ലോ. വേറെ 2 പേരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ വെച്ച് ചടങ്ങുകളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് തറവാട്ടിൽ ചടങ്ങുകളൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തറവാട്ടിൽ കൊണ്ടുപോയി ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടി മുത്തശ്ശി വിളിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുധാകരൻ പറയുകയാണ്, ഇതൊന്നും നടക്കണ കാര്യമല്ലല്ലോ അമ്മയെന്ന്. അച്ചമ്മ പറയുന്നുണ്ടായിരുന്നു, മോനെ സുധാകര, ഞാനാണ് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ അമ്മ, ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പിലാക്കുമെന്ന്. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ടായിരുന്നു, ഈ പോകുന്ന വണ്ടിയുടെ വാടക, വീട്ടിലെ ചിലവ്, സദ്യ, എല്ലാ കാര്യവും ഞാൻ തന്നെ വഹിച്ചോളാമെന്ന് അച്ചമ്മ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ വിക്രം പറയുകയാണ്, എൻ്റെ അച്ചമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുകയാണ്, ആവശ്യമുണ്ട് മോനെ, ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ മാത്രം മതിയെന്ന്. അപ്പോൾ അച്ചമ്മ പറയുന്നത് കേൾക്കുമ്പോൾ വിക്രമും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ടായിരുന്നു, തറവാട്ടിൽ പോയി നമുക്ക് 2 ദിവസം നിൽക്കാം, എന്നിട്ട് അവിടെ പോയി നിങ്ങൾ 2 പേരും മാലയിടണം. നീ ഇവിടെ നേരത്തെ മാലയിട്ടു എന്നൊക്കെ പറയല്ല, അതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഈ ആ മാലയിടൽ ചടങ്ങും കൂടി നമുക്ക് നടത്താം. ഈ തീരുമാനങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്ന അച്ചമ്മയാണ്. എന്നാൽ പിന്നെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളൂ എന്ന് പറയുകയാണേ. എന്നിട്ട് മോനെ വിശ്വ ഇങ്ങോട്ട് വന്നേന്ന് പറയണേ. അപ്പോൾ വിശ്വനാണെങ്കിൽ ഓടി വന്നിട്ട് എന്താ അച്ചമ്മയെന്ന് ചോദിക്കുകയാണെ. നമ്മൾ പോകുന്ന ആൾക്കാരുടെ ചിലവ് എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കിക്കൊള്ളണമെന്ന് വിശ്വത്തിൻ്റെ പറയുകയാണേ. അതിനുള്ള കാശ് നിൻ്റെ അടുത്ത് നേരത്തെ തന്നിരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വവും പറയുകയാണ്, ശരി അച്ചമ്മയെന്ന്. വിനായകനെ വിളിക്കുകയാണെ, മോനെ വിനായക ഇങ്ങോട്ട് വന്നേ, മോനെ നാളെ നമുക്ക് പോകാനുള്ള വണ്ടി നേരത്തെ രാവിലെ തന്നെ തയ്യാറായിരിക്കണം, അതിന് വേണ്ടിയുള്ള പൈസയൊക്കെ മോൻ്റെയിൽ ഞാൻ തന്നിരിക്കാമെന്ന് ഇങ്ങനെ വിനായകൻ്റെ അടുത്തും പറയുമ്പോൾ വിനായകനും ശരി അച്ചമ്മയെന്ന് പറയുകയാണേ. അച്ചമ്മ നന്ദിനിയുടെ അടുത്ത് പറയുകയാണ്, നന്ദിനി നമ്മൾ പോകുമ്പോൾ ഉള്ള വീഡിയോകളൊക്കെ നീ എടുക്കണേ, എനിക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനുള്ളതാണെന്ന് പറയാം, എന്തെങ്കിലും വിഷമമുണ്ടോ എടുക്കുന്നതിൽ. അപ്പോൾ നന്ദിനി പറയാം, എനിക്കൊരു കുഴപ്പമില്ല അച്ചമ്മ, ഞാൻ എടുത്തോളാം എന്ന് പറയുകയാണ്. എന്നിട്ട് എല്ലാവരും ഇവിടെ ഒന്ന് പിരിയുകയാണേ. എല്ലാവരും പോയി കഴിയുമ്പോൾ അച്ചമ്മയാണെങ്കിൽ കമലയെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. അതിനുശേഷം രാത്രിയാണെങ്കിൽ വിക്രത്തിനുള്ള പാലുമായിട്ട് വേദ വരികയാണ്. അവിടെ വെച്ചിട്ടാണെങ്കിൽ എന്താ കാട്ടുപോത്തെ നോക്കുന്നതെന്ന് വിക്രത്തിൻ്റെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, പേര് മാറ്റിയത് ഞാൻ മറന്നുപോയി മോനെ, വിക്രു എന്ന് വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് വിക്രം വേദയുടെ നേരെ വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, ഇത് ഞാൻ പാല് കൊണ്ടുവന്നതാണ്, അച്ചമ്മയാണ് പറഞ്ഞത് ഈ പാല് കൊണ്ടു തരാൻ, അല്ലാതെ ഞാനല്ല എന്നിങ്ങനെ പറയുകയാണേ. അച്ചമ്മ തന്നു വിട്ടതാണ് പാല്, ആ തള്ള പോകുന്നവരല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിരുന്ന ഈ ശല്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വേദ പറയാണ്, അച്ചമ്മ സ്നേഹത്തോടെ നിനക്ക് തന്നു വിട്ടതാണ് ഈ പാല് എന്ന്. എന്നിട്ട് നീ അവരെ ആ തള്ളാന്ന് പറഞ്ഞല്ലേ, ഇതുപോയി ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നില്ല, ആ പാവത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കും എന്ന്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, എന്താ പതിവില്ലാതെ പാലൊക്കെ ആയിട്ട് നീ തള്ളാന്ന് വിളിച്ചില്ലേ, അവർ തന്നു വിട്ടതാ ഈ പാല് നിനക്ക് എന്ന്. അപ്പോൾ വിക്രം പറയാണ്, ഇതുകൊണ്ട് അവരെ തലയിൽ ഒഴിച്ചു കൊടുക്കുന്നു. വിക്രത്തിനെ വേദ വലിച്ചിളുക്കുകയാണെ, വാന്ന് വലിച്ചിളുക്കുകയാണ്. നീ ഇന്നെ എന്തിനാ എങ്ങോട്ടാണ് വലിച്ചിളുക്കുന്നതെന്ന്. അപ്പോൾ വേദ പറയാണ്, അച്ചമ്മയുടെ തലയ്ക്ക് ഒഴിക്കണ്ടേ, അതിനെ നിന്നെ വിളിച്ച വാ തലയ്ക്ക് കൊണ്ട് ഒഴിക്കാമെന്ന്. അപ്പോൾ വിക്രമാണെങ്കിൽ ആ പാലിങ്ങ് താന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണ്. അതിനുശേഷം വേദയുടെ അടുത്ത് പറയുകയാണ്, നീ ഒന്ന് ഇവിടെ നിന്ന് പോകുമെന്ന്.
ഞാൻ പോവാം എന്ന് വേദ പറയണം. അതിന് ശേഷം വേദ ചോദിക്കുകയാണ്, നാളത്തേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന്. വിക്രം പറയാണ്, നാളത്തെ യാത്രയിൽ നിന്ന് നീ ഒന്ന് ഒഴിവായി തന്നാൽ മതിയെന്ന്. ഈ യാത്രയിൽ മെയിൻ അട്രാക്ഷൻ എനിക്കാണ്. പിന്നീട് ഞാൻ യാത്രയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നിങ്ങൾ ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടി എൻ്റെ കഴുത്തിൽ മാലയിട്ടതല്ലേ, പിന്നെ എന്താ അച്ചമ്മയ്ക്ക് വേണ്ടി എൻ്റെ കഴുത്തിൽ മാലയിട്ടാൽ എന്താ കുഴപ്പം? ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാമോ എന്ന് വിക്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം വിക്രം പാല് കുടിക്കുകയാണ്. അതിനുശേഷം വിക്രത്തിൻ്റെ അടുത്ത് യാത്ര പറയുകയാണ്. മോനെ വിക്രു ഗുഡ് നൈറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അതിനുശേഷമാണ് കമല ഗുളിക കഴിക്കുകയാണ്. കുറിച്ച് വന്നിട്ട് പറയാൻ, ഡോക്ടർ പറഞ്ഞ പുതിയ മരുന്നൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ കമലം പറയുകയാണ്, ഞാൻ കണ്ടു കഴിച്ചു എന്ന്. അതിനുശേഷം മാഷി ഇരുന്നിട്ട് പറയുകയാണ്, അമ്മ എന്തൊക്കെയാണോ ചെയ്തു വെക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. കമലം പറയുന്നുണ്ടായിരുന്നു, അമ്മ അമ്പലത്തിൽ പോയി മാലയിടണമെന്നല്ലേ പറഞ്ഞോളൂ, വേറെ ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പം മാഷ് പറയുകയാണ്, അമ്മയ്ക്കൊന്നും അറിയത്തില്ലല്ലോ, അമ്മ ഇനി സത്യാവസ്ഥയൊക്കെ അറിയുമ്പോൾ എന്താണാവോ നടക്കുന്നതെന്ന്. അങ്ങനെയൊന്നും നടക്കത്തില്ല, അമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് പ്രേമിച്ച് വിവാഹം കഴിച്ചതാണെന്ന്, അതുകൊണ്ട് ഇനി അമ്മ അറിഞ്ഞാൽ തന്നെ ഇനി ഒന്നും നടക്കത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ മാഷ് ചോദിക്കുകയാണ്, അതെങ്ങനെ നിനക്ക് ഇത്ര കൃത്യമായിട്ട് അറിയാമെന്ന്. എനിക്ക് വേദയെ അത്രയ്ക്ക് ഇഷ്ടമാണ്, വേദ എന്തായാലും ഈ വീട്ടിൽ കുട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ മാഷാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. ഇനി അമ്പലത്തിൽ പോയി മാലയിട്ട് കഴിയുമ്പോൾ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് മാറും ആ കുട്ടി. ഈ വീട്ടിലുള്ള എല്ലാവരെയും ആ കുട്ടികൾ സ്വന്തമായിട്ട് തന്നെയാണ് കാണുന്ന എല്ലാ ആൾക്കാരെയും എന്ന്. അപ്പോൾ മാഷ് പറയുകയാണ്, ഞാൻ കുട്ടിയുടെ അടുത്ത് ഇത്തിരി മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ആ കുട്ടിക്ക് നല്ലതിന് വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി തറവാട്ടിൽ പോയി മാലയിട്ടതിന് ശേഷം ഇനി എനിക്ക് യാതൊരു മാറ്റവും വരത്തില്ല, ഞാനും ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ആ കുട്ടിയുടെ അടുത്ത് പെരുമാറുന്നത്. കുട്ടി ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കുകയില്ല, നമ്മുടെ മകൻ ആ കുട്ടിയുടെ ഭർത്താവായിരിക്കാൻ യോഗ്യതയില്ലെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നതെന്ന്. നമ്മളെ മാഷിൻ്റെ ചോദിക്കുകയാണ്, എന്ത് നെഗറ്റീവായിട്ടാണ് മാഷ് ചിന്തിക്കുന്നത്, അമ്മേനെ നോക്കുക, അമ്മ എന്ത് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മാഷി പറയുകയാണ്, അതിൽ വ്യത്യാസമുണ്ട്, ഞാനും എൻ്റെ അനിയൻ ഗംഗാധരനും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തലകുനിയാൻ പാകത്തിൽ ഒരു പ്രശ്നവും ഞങ്ങൾ ചെയ്തിട്ടില്ല. എൻ്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കും. പക്ഷേ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല, എൻ്റെ മക്കൾ അങ്ങനെയല്ലല്ലോ എന്ന്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണല്ലോ ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുക എന്ന് പറയുന്നതെന്ന്. ത്തോടെ മാഷ് കിടക്കുകയാണ്. അതിന് ശേഷം അച്ചമ്മയാണ് കാണിക്കുന്നത്. അമ്മ വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് വേദ ഹോളിൽ കിടക്കുന്ന കാണുന്നത്. അപ്പോൾ തന്നെ അച്ചമ്മ വേദയുടെ അടുത്ത് ചോദിക്കുന്നു, മോൾ എന്താ ഹോളിൽ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. വിക്രത്തിൻ്റെ അടുത്ത് പിണങ്ങിയാണോ ഇവിടെ വന്ന് കിടക്കുന്ന, മോളും വിക്രമും അമ്പലത്തിൽ പോയി മാലയിടാനുള്ള ആൾക്കാരല്ലേ, എന്നിട്ട് പിണങ്ങിയോ അതിനിടയ്ക്ക് എന്ന്. ഞാൻ പറയുമ്പം തലങ്ങനെയൊക്കെ എടുക്കുക എന്ന് പറയണേ. അപ്പോൾ വേദ, അത് പിന്നെ അച്ചമ്മ ഞാൻ പറയുന്ന അനുസരിച്ച് നീ എടുക്കുക എന്ന് പറയുകയാണേ. അച്ചമ്മ വിക്രത്തിൻ്റെ റൂമിനടുത്തേക്ക് പോയിട്ട് വിക്രത്തിനെ വിളിക്കുകയാണ്. അപ്പം വിക്രം ചോദിക്കുക ആരാന്ന്. അപ്പം ഞാനാടാന്ന് പറയുകയാണ്. അപ്പം വേഗം തന്നെ വിക്രം വാതിൽ തുറക്കണേ അച്ചമ്മയെന്ന് കാണുമ്പോൾ. അമ്മയാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ്, മുന്നിൽ നിന്ന് മാറിടാന്ന് പറയുകയാണ്. വേദയാണെങ്കിൽ പായം തലങ്ങണിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വേദ അകത്തേക്ക് കയറുകയാണ്. അതിനുശേഷം പതുക്കെ ചെവിയിൽ സ്വകാര്യത്തിൽ വിക്രത്തിൻ്റെ അടുത്ത് പറയുകയാണ് അനുഭവിച്ചോ എന്ന്. അതിനുശേഷം മുത്തശ്ശിയാണ് വിക്രത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള കാര്യമൊന്നും, നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്താ അച്ചമ്മ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ, പിന്നെ എന്തിനാ വേദ പിണങ്ങി വെളിയിൽ പോയി കിടന്നതെന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ എപ്പോഴും അവൾ അവിടെയാണോ കിടക്കുന്നത്, എന്താ നീ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ അച്ചമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു വിക്രത്തിൻ്റെ അടുത്ത്. അപ്പോൾ അല്ല അച്ചമ്മ അത് പിന്നെയെന്നിങ്ങനെ പറയുമ്പോൾ, എന്താ അല്ല അച്ചമ്മ ഈ പുതുമോടിയിൽ ഇങ്ങനെ പിണങ്ങി കിടക്കേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ വല്ല ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കുകയല്ലേ വേണ്ടത്, അതുപോലെ ഇവളെ മാറ്റി കിടത്താൻ വേണ്ടി വല്ല മാറാരോഗം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് വല്ല മാറാരോഗം ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോയിട്ട് നല്ല വൈദ്യനെ കാണിക്കുക എന്ന് പറയുമ്പോൾ ഏതാണെങ്കിൽ ചിരിക്കുന്നുണ്ടായിരുന്നേ. വിക്രം പറയാണ്, ഇവൾക്ക് വലിയ ഹാളിൽ കിടക്കുന്നതാണ് ഇഷ്ടം അച്ചമ്മയെന്ന്. അപ്പോൾ ആളെന്ന് വിചാരിച്ച് അവൾ ഇനി മുതൽ ഇവിടെ കിടന്നാൽ മതി കേട്ടോ എന്ന്. വിക്രം പറയുകയാണ്, ഇല്ല അച്ചമ്മ ഇവൾ അടുത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ കൂർക്കം വലിക്കുമെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാൻ കൂർക്കമൊന്നും വലിക്കില്ല അച്ചമ്മേ. അച്ചമ്മ പറയുന്നുണ്ടായിരുന്നു, കൂർക്കം വലിക്കുന്നത് സ്വന്തമായിട്ട് കേൾക്കില്ല, മറ്റുള്ളവർ പറഞ്ഞാലേ അത് അറിയാൻ പറ്റുള്ളൂ എന്ന്. അതിന് ശേഷം അച്ചമ്മ പറയുന്നുണ്ടായിരുന്നു വിക്രത്തിൻ്റെ അടുത്ത്, ഇനി അവൾ കൂർക്കം വലിക്കുന്നത് നിനക്ക് കേൾക്കണ്ടെങ്കിൽ നീ 2 പഞ്ഞി എടുത്ത് ചെവിയിൽ തിരികെയാൽ മതിയെന്ന്. ദേഷ്യത്തിൽ തന്നെ പറയുന്നു, ഇനിയും തൊട്ട് നീ ഇവിടെ കിടന്നാൽ മതിയെന്ന് വേദയുടെ അടുത്ത്. അതിന് ശേഷം അച്ചമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി വിക്രം എൻ്റെ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ, ഇനി വിക്രം നിന്നെ തട്ടിക്കൊണ്ട് വന്നതാണോ എന്ന്. അപ്പോൾ വേദ ചോദിക്കണം, ഇന്നത്തെ കാലത്ത് അങ്ങനെ വല്ലതും നടക്കുമോ അച്ചമ്മയെന്ന്. ശരി, രണ്ടുപേരും കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ അവിടെ നിന്ന് പോവാണ്. വാതിലടച്ചോളം വേദയുടെ അടുത്ത് പറയണേ, വാതിലടച്ചോ മോളെ എന്ന്. കള്ളച്ചിരിയോടെ വേദ വിക്രത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, വാതിലടയ്ക്കട്ടെ എന്ന്. അപ്പോൾ വിക്രം പറയുകയാണ്, അടയ്ക്കുകയെന്ന്. അടച്ചതിന് ശേഷം വിക്രത്തെ നാണത്തോടെ എന്തൊക്കെ അർത്ഥം വെച്ചുകൊണ്ട് വേദ വിക്രത്തെ നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.